ശ്രീ റിജിൽ മാക്കുറ്റി, ഇത് ഒരു തിരിച്ചടിയല്ല, ഇനിയും നിയമ പോരാട്ടത്തിന് സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതാണ്. ഇപ്പോൾ നിയമ പോരാട്ടം തുടരുമെന്ന് ലീഗും പറയുന്നു. ഇതിന്റെ അന്തിമ വിധി അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം ഒരു വിടുതൽ എന്നുള്ള ആവശ്യം തള്ളുന്നു എന്നുള്ള തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇതൊരു അന്തിമമായ തീരുമാനമല്ല. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത് റിജിൽ? സ്മൃതി, യഥാർത്ഥത്തിൽ ജയരാജൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമ പോരാട്ടം തുടരും എന്നുള്ളതാണ്. ആ നിയമ പോരാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നടന്നു പോകാനുള്ള നിയമ പോരാട്ടമാണ്. കാരണം ജയരാജൻ ഒരുപാട് കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് ആളുകളെ കൊല്ലിക്കുകയും അവരുടെയെല്ലാം മരണ വാറണ്ടിൽ ഒപ്പിട്ട ഒരാളാണ് ജയരാജൻ. പക്ഷേ ഈ കേസിലാണ് ജയരാജൻ യഥാർത്ഥത്തിൽ കുടുങ്ങിയത്. ആ കുടുക്കമാണ് ജയരാജനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായും ഏറ്റവും വലിയ തിരിച്ചടി ഈ ജയരാജന് ഇന്നത്തെ CBIയുടെ ഈ ഒരു വിടുതൽ ഹർജി തള്ളിയതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. നാളുകളിൽ ഇതിന് വളരെ വ്യക്തമായ തെളിവുകൾ ഈ കേസിൻ്റെ നാൾ വഴികളിൽ 2012 ഫെബ്രുവരി 12 നടന്ന കൊലപാതകത്തിന് ശേഷം ഇങ്ങോട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരും ആ ഷുക്കൂറിൻ്റെ കുടുംബവും നടത്തിയിട്ടുള്ള അതിശക്തമായ നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ജയരാജനും രാജേഷിനും തക്കതായ ശിക്ഷ കിട്ടത്തക്ക രൂപത്തിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കേസുമായി മുമ്പോട്ട് പോകുന്നത്. വളരെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കും, ഇന്ത്യയിൽ തന്നെ ഒരു സമാനതകളില്ലാത്തൊരു കൊലപാതകമാണ് ഈ കൊലപാതകം. ഒരു ചെറുപ്പക്കാരൻ, 17 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ജയരാജൻ്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലാണ്. ആ കുട്ടി പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും 100-300 ആളുകൾ നോക്കി നിൽക്കെ ഒരു വയലേലയിട്ട് നട്ടുച്ച നേരത്ത് കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കി നിൽക്കുകയാണ് ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത്. എത്രയോ സമയം കുട്ടിയെ ബന്ദിയാക്കി വിചാരണ ചെയ്തു, അടിച്ചു. അങ്ങനെയാണ് അവസാനം ഈ കുട്ടിയുടെ ഫോട്ടോ അന്ന് MMS ആയി ആർക്ക് ജയരാജൻ അയച്ചു കൊടുത്ത് ജയരാജൻ ആ ഫോട്ടോ നോക്കിയതിന് ശേഷം ഷുക്കൂറിൻ്റെ മരണ വാറണ്ടിൽ ഒപ്പിട്ടതിന് ശേഷമാണ് ഈ കാലൻ എന്ന് പറയുന്ന കണ്ണൂരിലെ കാലനാണ് യമരാജൻ എന്ന് വിളിക്കുന്ന ഈ ജയരാജൻ ഒപ്പിട്ടതിന് ശേഷമാണ് ആടിനെ ഇറക്കുന്നത് പോലെയാണ് ആ വയലിലിട്ട് നട്ടുച്ച നേരത്ത് ഈ കുട്ടിയെ കൊന്നത്. എന്നിട്ട് ആ കൊലപാതകത്തെ ഇത്ര നിസാരവൽക്കരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായ ആളുകൾ. ഒരു ചെറുപ്പക്കാരൻ ഇത്ര ദാരുണമായി കൊലപാതകം നടത്തിയിട്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യജീവൻ എടുക്കാൻ എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്, എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? ഇങ്ങനെ എത്ര ആളുകളെ കൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കേസിനകത്ത് നിന്ന് പലതരത്തിലും അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജയരാജൻ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത്? ഉഗ്രപ്രതാപിയായ ജയരാജൻ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഇവ പറയുന്നു പാർട്ടി കോടതിയില്ല. അന്നത്തെ പാർട്ടി കോടതിയുടെ മജിസ്ട്രേറ്റ് ജയരാജനാണ്. കാരണം ജില്ലാ സെക്രട്ടറിയാണ്. ആ ജില്ലാ സെക്രട്ടറി അറിയാതെ ഒരു ഇലയെ പോലും കണ്ണൂർ ജില്ലയിൽ അനങ്ങില്ലാതെ സ്മൃതിക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അയാൾ ആഹ്വാനം നടത്തി, അയാളെ പിടിക്കപ്പെട്ടു, അയാൾ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാൻ പോയപ്പോൾ എന്തായിരുന്നു കണ്ണൂർ ജില്ലയിലെ അക്രമം? എത്രയോ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ വീടുകൾ ആക്രമിക്കപ്പെട്ടില്ലേ? എത്ര കലാപത്തിന് തുല്യമായ സംഘർഷങ്ങളിലേക്ക് കണ്ണൂരിനെ കൊണ്ടുപോയില്ലേ? ആരാണ് ഈ ജയരാജൻ? ഇയാളൊരു CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇയാൾ ആഹ്വാനം ചെയ്തു ഒരാളെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്താൽ ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസ് അവകാശമില്ലേ? ഇതെന്താ ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ ഇന്ത്യയല്ലേ? ഇതെന്താ കമ്മ്യൂണിസ്റ്റ് ചൈനയാണോ? ഇതെന്താ സ്റ്റാലിനിസ്റ്റ് റഷ്യയാണോ? അല്ലല്ലോ, ഇത് കേരളമല്ലേ? ഈ കേരളത്തിനകത്ത് നടത്തിക്കൂട്ടിയ പേക്കൂത്തുകൾ കണ്ടു. അവസാനം CBI വന്നപ്പോൾ നമ്മുടെ മലയാളത്തിൽ സിനിമയിൽ പറഞ്ഞതുപോലെ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞ് ആംബുലൻസിൽ കയറി തടി തപ്പിയവനാണ് ഈ ജയരാജൻ. ആ ജയരാജനാണ് ഇന്ന് വളരെ ശക്തമായ രൂപത്തിൽ TV രാജേഷ് MLA ആയിരുന്ന രാജേഷിനും എതിരെയാണ് CBIയുടെ കോടതിക്കകത്ത് നിന്ന് അവരുടെ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള തീരുമാനം വന്നത്. തീർച്ചയായും ഈ കേസ് ഞങ്ങൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഈ കേസിനകത്ത് ഇത് പിന്നെ ഷുക്കൂറിന്റെ മാത്രമല്ല, ഞങ്ങളുടെ സഹപ്രവർത്തകർ ഷുഹൈബിനെ കൊന്ന കേസിനകത്തും ഈ ജയരാജന് പങ്കുണ്ട്. ജയരാജന്റെ സ്വന്തം സഹചാരിയായി കൊലയാളിയായി പോറ്റി വളർത്തി ആകാശ് തില്ലങ്കേരി ഷുഹൈബിനെ കൊല്ലാൻ നേതൃത്വം കൊടുത്തതിനകത്ത് അതിന്റെ മരണ വാറണ്ടിൽ ഒപ്പിട്ടവൻ ജയരാജനാണെന്ന് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു. ജയരാജൻ അറിയാതെ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ഈ കൊലയാളി ഒരിക്കലും ഷുഹൈബിനെ കൊല്ലില്ല. അങ്ങനെ എത്രയോ ആളുകളെ കൊന്നതിന്റെ പാരമ്പര്യമുള്ള ഒരാളാണ് ഈ ജയരാജൻ. ഇത്തരത്തിൽ പിന്നെ നിരവധി ആളുകളെ കാലപുരിക്കയച്ച ഈ യമരാജന് ഒരു തിരിച്ചടി ഉണ്ടാകും. തീർച്ചയായും അയാൾ ഇന്ന് രാഷ്ട്രീയപരമായി CPMനകത്ത് ഉഗ്രപ്രതാപിയായ ജയരാജൻ ഇപ്പോൾ വനവാസത്തിലാണെങ്കിൽ പോലും ആ ജയരാജന് വരാനിരിക്കുന്നത് അതിശക്തമായ രൂപത്തിലുള്ള നിയമ തിരിച്ചടിയായിരിക്കും. ശക്തമായ രൂപത്തിൽ ഈ കേസ് മുമ്പോട്ട് പോയാൽ ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കയറേണ്ടി വരും, ഗോതമ്പുണ്ട തിന്നേണ്ടി വരും എന്നെ സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ആ ജയരാജനാണ് ഇപ്പോ
ആ ജയരാജനാണ് ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം ആ ജയരാജനാണ് ഇപ്പോൾ ചാരിത്ര പ്രസംഗവുമായി കഴിഞ്ഞ ദിവസം വന്നത് കണ്ണൂരിലെ ചെറുപ്പക്കാരിലെ തീവ്രവാദികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥ തീവ്രവാദി ISSനെ നാണിപ്പിക്കുന്ന സംഘപരിവാർ ആൾക്കൂട്ടത്തെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള കൊലപാതക നേതൃത്വം കൊടുത്ത യഥാർത്ഥ തീവ്രവാദി, യഥാർത്ഥ ഭീകരവാദി, യഥാർത്ഥ കൊലയാളി ഈ ജയരാജനാണ് എന്ന് ഇന്ന് കണ്ണൂരിലെ ജനങ്ങൾക്കും കേരള ജനങ്ങൾക്കും തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരി, ജയരാജന്റെ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കെയാണ് ഇപ്പോൾ ഈ കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.